കൊച്ചമ്മ ചെടിച്ചട്ടിയൊക്കെ മറിഞ്ഞു വീണ് കിടക്കുന്നു. അത് ആ കാറ്റത്ത് വല്ലോ തട്ടി താഴെ വീണതായിരിക്കും. ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചെടിച്ചട്ടിയും മറിഞ്ഞു വീഴണ്ടേ? നിന്റെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും ഉത്തരം പറയാനുള്ളൊരു മൂഡിലല്ല ഞാനിപ്പോ. അപ്പൊ മൂഡ് എപ്പോഴും ക്ലിയർ ആവും. അപ്പൊ ഞാൻ തിരിച്ചു വരാം. മുത്തു, ഈ ആസ്ഥാനത്തിന്റെ ഈ തമാശ ഉണ്ടല്ലോ, ഇത് വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം എന്തോന്ന് വെച്ചമ്മ? പിന്നെ ഞാൻ എന്തോ അതിനൊക്കെ പട്ടും വളയുന്നത് സ്വീകരിക്കണോ? ഒരു ചായ എടുത്തോട്ടാ. അപ്പൊ എന്തോ ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പഴല്ലെങ്കിൽ പിന്നെ ആയതാലും ഞാൻ മനസ്സിലായിക്കോളും. വേണ്ട, പിന്നെ മനസ്സിലാക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോ. പ്രതീക്ഷ ഇവിടെ വന്നു, ഭയങ്കര ബഹളമായിരുന്നു. ചെമ്മിളി ബഹളമൊക്കെ ഇട്ടാണ്ട ചട്ടിയെല്ലാം അവിടെ തട്ടിയിട്ട് താഴെ ഇട്ടേച്ച് അവനവന്റെ പാട്ടിന് പോയി. മതിയല്ലോ, ഇതാണ് നടന്ന സംഭവം, അറിഞ്ഞല്ലോ. കൊച്ചമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. അവര് തിരിച്ചു വരും കൊച്ചമ്മ. എടാ, ഇവനെയൊക്കെ വളർത്തി ഈ പരിവാക്കിയ എന്റെ കൂലിയാ ഇതൊക്കെ, മനസ്സിലായോ? ഇതിനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത്? പ്രതീക്ഷ വരും കൊച്ചമ്മ, വിഷമിക്കല്ലേ കൊച്ചമ്മ. വരും വരും, എനിക്ക് തോന്നുന്നില്ല അവൻ ഇനി ഇങ്ങോട്ട് വരുത്തില്ല, നീ നോക്കിക്കോ. അല്ല, ഞാൻ മുഖേനല്ലേ ഇതെല്ലാം ഉണ്ടായത്. എന്നാൽ ഞാൻ കൊച്ചമ്മയ്ക്ക് ഇന്ന് വാക്ക് തരാണ്. പ്രതീക്ഷ കുഞ്ഞ് വന്നിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. പോരെ? കൊച്ചമ്മയ്ക്ക് ചായയല്ലേ വേണ്ടത്, ഞാൻ എടുത്തോണ്ട്. പെണ്ണേ, നിന്റെ പെറ്റ തള്ള എവിടെ ഇരിക്കുന്നു? ഒന്ന് നോക്കി ചിരിച്ചിട്ടെങ്കിലും പോ. എന്തോന്നമ്മ, ഞാൻ അമ്മ എന്നും കാണുന്നില്ലേ, പിന്നെ എന്തോന്ന് മൈൻഡ് ചെയ്യാൻ? കൊള്ളാം, നീ അവിടുത്തെ അമ്മയുടെ അടുക്ക ഓടി ഓടി പോവല്ല കാണാൻ തോന്നണമെന്നും പറഞ്ഞ്. പെറ്റ തള്ളയുടെ അടുക്ക സ്നേഹമില്ല. അമ്മക്ക് എന്താണ് വേണ്ടത്, പറ. നീ ആ ശോഭയുടെ അടുക്ക നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് വരാൻ പറഞ്ഞ? പറഞ്ഞു. നന്നായി. ആരും പോലും ഇല്ലാത്തതാണ് അവക്ക്. ഒരു പണി കിട്ടിയാൽ വലിയ ആശ്വാസവും. പിന്നെ മക്കള് വേഗം പോയി മേല് കഴിയിട്ട് വാ. അമ്മ നല്ല തലക്കറി എടുത്ത് കൊടമ്പുളിയിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട്, ചോറുണ്ണ. എനിക്കൊന്നും വേണ്ട അമ്മ, എനിക്കൊന്നും കിടക്കണം. എന്തോ നീ നേരത്തെ ഒരു കിടപ്പ്? നല്ല തലവേദന അമ്മ. തലവേദന? തലവേദന പറഞ്ഞിട്ട് കൈയാണല്ലോ തിരുമ്മിക്കൊണ്ടിരിക്കണത്, എന്തോന്ന്? അത് പിന്നെ ബോക്സ് എടുക്കാൻ വേണ്ടിട്ട് കൈ പൊക്കിയപ്പോ കൈ ഒന്ന് ഒളുക്കി. തള്ളേ, എന്നിട്ട് എന്താ പറ്റി? നല്ല വേദനയുണ്ടാ? കുഴപ്പമില്ല. ഇതൊക്കെ നോക്കി ചെയ്യണ്ട മക്കളെ. നല്ലോണം വേദനിച്ചാ? കുഴപ്പമില്ല. ഇതൊന്നിന് കരയുന്നത് ഇപ്പഴും വേദനയുണ്ടാ? ഡോക്ടറെ കാണോ? ഞാൻ കിടക്കട്ടെ അമ്മ. എന്തോന്ന്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.